ഡൽഹിയിലെ CPM പാർട്ടി ഓഫീസിൽ കയറി SFI നേതാവ് ഐഷി ഘോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച് ജോൺ ബ്രിട്ടാസ് MP. അനുമതിയില്ലാതെ പാർട്ടി ഓഫീസിൽ കയറിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും ആവശ്യപ്പെട്ടു. എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പോലീസ് നടപടി സാധാരണമാണെന്നും അടിയന്തരാവസ്ഥക്കാലത്ത് തന്നെ ക്ലാസ് മുറിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും JP നദ്ദ മറുപടി നൽകി. Sir, I happen to be there, sir. I want your indulgence. ജന്തർ മന്ദറിലെ സമരത്തിന്റെ ഭാഗമായിരുന്ന SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചതായി ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ പറഞ്ഞു. പോലീസ് പാർട്ടി ഓഫീസിൽ അതിക്രമിച്ചു കയറിയെന്നും യൂണിഫോമും ബാഡ്ജും ഇല്ലാതെയായിരുന്നു പോലീസ് നടപടിയെന്നും ജോൺ ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി. 2021 JNU സമരവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടിയെന്നാണ് പോലീസ് വിശദീകരിച്ചതെന്നും ജന്തർ മന്ദറിലെ സമരത്തിൽ പങ്കെടുത്തത് മാത്രമാണ് ഐഷി ഘോഷ് ചെയ്ത കുറ്റമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. Why did you barge into the office of a national political party? Then they said they want to arrest Aishi Ghosh, who is here. And I asked, what is the reason? They said there is a case pending against her. And I asked about the case. 2021 case with regard to certain protest in JNU campus. അതേസമയം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സമരം ചെയ്യുമ്പോൾ നിയമ നടപടി സ്വാഭാവികമാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ മറുപടി നൽകി. സാധാരണ നടപടിക്രമമാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ അടിയന്തരാവസ്ഥക്കാലത്ത് തന്നെ ക്ലാസ് മുറിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും JP നദ്ദ കൂട്ടിച്ചേർത്തു. CPM ഓഫീസിൽ അനുമതിയില്ലാതെ അതിക്രമിച്ചു കയറിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് മല്ലികാർജ്ജുന ഖാർഗെയും രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.